മുകൾ ഭാഗത്തായിട്ട് കോടമഞ്ഞ്, താഴെയായിട്ട് ആ ഒരു മൂന്നാറിൻ്റെ ആ ഒരു സൗന്ദര്യം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ശരി, അപ്പോൾ നമ്മൾ അടിമാലി കഴിഞ്ഞ് മൂന്നാറിലേക്ക് കയറാൻ പോവാണ് കേട്ടോ. ചുരം കയറി തുടങ്ങാൻ പോവാണ്. അപ്പോൾ ഞങ്ങൾ കുറച്ചു നേരം കൂടെ വണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ ചുരം കയറി തുടങ്ങാൻ പോവാണ്. ഇതിൽ എൻട്രൻസിലാണ് നമ്മൾ എത്താൻ പോവാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇനി ചുരമൊക്കെ എത്രയോ നാളുകൾക്ക് ശേഷം മൂന്നാർ. ലാസ്റ്റ് ഞങ്ങൾ വന്നത് എനിക്ക് തോന്നുന്നു ഫെബ്രുവരിയിലായിരുന്നു, അതോ ജനുവരിയിലാണെന്ന് ഓർമ്മയില്ല. ജനുവരി മാസത്തിലാണ് ഞങ്ങൾ ലാസ്റ്റ് ടൈം മൂന്നാർ വന്നത്. എന്തായാലും നമുക്ക് നോക്കി കളയാം പുതിയ മൂന്നാർ, അതായത് നമ്മുടെ 6 മാസത്തെ കൊറോണ വെക്കേഷനൊക്കെ ശേഷമുള്ള മൂന്നാർ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കിക്കളയാം. അപ്പോൾ നമ്മൾ മൂന്നാർ എത്തിയിട്ടുണ്ട് കേട്ടോ. രാവിലെ 12 മണിയായപ്പോൾ നമ്മൾ പുനലൂരിൽ നിന്ന് തിരിച്ചതാണ്. ഇപ്പോഴാണ് നമ്മൾ മൂന്നാർ എത്തുന്നത് വെച്ചാൽ 2-3 മണിക്കൂർ ഞങ്ങൾ ഉറങ്ങാൻ വേണ്ടിയിട്ട് വഴിയിൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത്ര ലേറ്റായത്. എന്നാലും നമ്മളെന്താ പറയുക, നമ്മുടെ സുന്ദരിയായ മൂന്നാർ, ശരിക്കും ആ ഒരു ഫീല് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ, അതെ, നമ്മൾ ആ ഒരു ഫീല് ശരിക്കും കിട്ടുന്നുണ്ട്. എന്താ പറയുക, ഒരു ഭയങ്കര സന്തോഷം. പറയാൻ പറ്റുന്നില്ല എത്ര സന്തോഷം എന്ന്. അത്രയ്ക്ക് നല്ല രസമുണ്ട്. അടിപൊളി ക്ലൈമറ്റാണ്. പോകുന്നില്ലായിരുന്നു വഴിയിൽ, എന്നാലും സൂപ്പർ. ചെറിയ കാറ്റടിക്കുന്നുണ്ട് കേട്ടോ. ശരിക്കും നല്ല മഞ്ഞുണ്ട്, ചെറിയ കാറ്റുണ്ട്. എന്താ പറയുക, ഒരു നല്ല കാലാവസ്ഥ.
കുഞ്ഞായിട്ട് മഴ പെയ്യുന്നുണ്ട്. എല്ലാം കൂടെ നമുക്കൊരു സന്തോഷം ഉണ്ടാകുന്ന ഒരു കാലാവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. നമുക്ക് എന്തോ ഒരു നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എന്താ പറയുക, മൂന്നാർ കുറച്ചും കൂടി സുന്ദരിയായിട്ടുണ്ട്. അതാണ് എനിക്ക് തോന്നിയത്. ഈ ഒരു ക്ലൈമറ്റിൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് മൂന്നാർ വരുന്നത്. സാധാരണ ഞങ്ങൾ കൂടുതലായിട്ട് വരുന്നത് ഡിസംബർ, ജനുവരി, ഫെബ്രുവരി അല്ലെങ്കിൽ ഏപ്രിൽ അങ്ങനെയൊക്കെയുള്ള മാസങ്ങളിലാണ്. പക്ഷേ ഈ ഒരു ക്ലൈമറ്റ് ആദ്യമായിട്ടാണ് കിട്ടുന്നത്. മഴ സമയത്ത് ഇപ്പം ശരിക്കും ആ ഒരു ബ്യൂട്ടി എൻജോയ് ചെയ്യാൻ പറ്റുന്ന സമയമായിട്ടാണ് ഈ സമയം പറയാൻ പറ്റുന്നത്. ശരിക്കും മഴ പെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു സൗന്ദര്യം അറിയാൻ പറ്റുക. ഒരു നഷ്ടമില്ലാത്ത ശരിക്കും നല്ല അടിപൊളി ഒരു വൺ ഡേ ട്രിപ്പാണ് നമുക്കിന്ന് മൂന്നാറിൽ വന്നപ്പോൾ ലഭിച്ചിട്ടുള്ളതെന്ന് പറയാൻ പറ്റും. കണ്ടില്ലേ, നല്ല അടിപൊളി കാറ്റ്. ശരിക്കും മനുഷ്യനിങ്ങനെ പറന്നു പോകുന്ന പോലത്തുള്ള അടിപൊളി കാറ്റുണ്ട്. ചെറിയ കോടമഞ്ഞ് പൊഴിയുന്നുണ്ട്. അതിങ്ങനെ ചെറിയ ചെറിയ തുള്ളികളായിട്ട് വീഴുന്നുണ്ട്. ക്യാമറയുടെ മുകളിലൊക്കെ വീഴുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല തണുപ്പുണ്ട്. ശരിക്കും ഒരു അടിപൊളി ദിവസം നമുക്ക് കിട്ടിയെന്ന് തന്നെ പറയാൻ പറ്റും. കണ്ടില്ലേ, താഴെയൊക്കെ ഇങ്ങനെ നമ്മളൊരു വ്യൂ പോയിന്റ്, ചെറിയൊരു വ്യൂ പോയിന്റ് ഉണ്ട് ഇവിടെ. അപ്പോൾ അവിടെയാണ് നിൽക്കുന്നത്. താഴെയെല്ലാം കൃഷി കാണാൻ പറ്റും. ഒരുപാട് വൈഡായിട്ടുള്ള സ്ഥലം എടുത്തിട്ട് എല്ലാ പച്ചക്കറികളും കൃഷി ചെയ്യുന്ന സ്ഥലങ്ങൾ കാണാൻ പറ്റും താഴെ. എന്തായാലും അടിപൊളി കാഴ്ച, നല്ലൊരു ദിവസം. ശരിക്കും ഭയങ്കര സന്തോഷം തോന്നുന്നൊരു ദിവസം കേട്ടോ. മുകൾ ഭാഗത്തായിട്ട് കോടമഞ്ഞ്, താഴെയായിട്ട് ആ ഒരു മൂന്നാറിൻ്റെ ആ ഒരു സൗന്ദര്യം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ശരിക്കും നല്ലൊരു വ്യൂ ആണെന്ന് പറയാം. ഇപ്പം മൂന്നാർ ടൗണിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പോൾ നല്ല മഴയാണ് കേട്ടോ, നല്ല മഴയുണ്ട്. എന്നാലും യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നുമില്ല, നല്ലൊരു അന്തരീക്ഷമാണ്. അപ്പോൾ ഞങ്ങളെ അപ്പൂസ് വണ്ടി ഓടിക്കുകയാണ്. അടുത്ത കോ ഡ്രൈവർ ബാക്കിൽ ഉറങ്ങാൻ പോയിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞിട്ട് ഡ്രൈവർ വണ്ടി ഓടിക്കുമ്പോൾ അപ്പൂസ് ബാക്കിൽ ഉറങ്ങാൻ പോകും. അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ്. കാര്യം ഞങ്ങൾ നന്നായിട്ട് രാത്രി ഇന്നലെ ഉറങ്ങിയിട്ടില്ല. അപ്പോൾ മാക്സിമം ശ്രദ്ധിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഷിഫ്റ്റിങ്ങിൽ ഇവരെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഇടയ്ക്ക് ഒരാളെ ഉറക്കാൻ വിടുന്ന പരിപാടി.
കഴിഞ്ഞാൽ ടൂറിസം മേഖല തന്നെ വൻ തകർച്ച നേരിടുന്ന ഒരു സന്ദർഭം പോലെയാണ് എനിക്ക് മൂന്നാർ കണ്ടിട്ട് തോന്നിയത്. ശരിക്കും ടൂറിസത്തെ ആശ്രയിച്ച് ജീവിക്കുന്ന, അത് തൊഴിലാക്കിയ കുറച്ചധികം പേര് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാവും. കാര്യം ഒരു ഷോപ്പ് പോലും തുറന്നിട്ടില്ല. ആകെ ആ മാട്ടുപ്പെട്ടി ഡാമിൻ്റെ അവിടെ ഒരു ഷോപ്പുണ്ട്. ബാക്കി എവിടെയും ബാക്കി എല്ലാ കടകളും കംപ്ലീറ്റ്ലി ക്ലോസ്ഡ് ആണ്. വേറെ ഷോപ്പുകളൊന്നും തുറക്കുന്നില്ല. കാര്യം ആളില്ല, ടൂറിസ്റ്റുകൾ കുറവാണ്, തിരക്കില്ല. അപ്പം സാധനങ്ങൾ സെയിലാവാത്തതുകൊണ്ട് തന്നെ തുറന്നിട്ട് അത് കണ്ടറിയാൻ മാസങ്ങളായി തുറന്നിട്ട് ആ ഒരു സാഹചര്യത്തിലാണ് ഉള്ളത്. ശരിക്കും കൊറോണ എന്നൊരു മഹാമാരി വന്നിട്ട് ലോകത്തെ മുഴുവൻ പിടിച്ചുലച്ചു എന്ന് പറയുക തന്നെ വേണം. എല്ലാ മേഖലയും, ഒന്നൊന്നല്ല, ഒന്നൊന്നും രണ്ടെന്നൊന്നും പറയാൻ പറ്റില്ല. എല്ലാ മേഖലയും ഒരു പരിധി വരെ ദോഷകരമായിട്ട് തന്നെ ബാധിച്ചിട്ടുണ്ട്. അങ്ങ് താഴെ വരെ പോകും. അവിടെ ഇത് ക്യാമ്പ് ക്യാമ്പ് ക്ലിക്ക് വേണ്ടേ?